മത്തായിയുടെ സുവിശേഷമാണ് ഗിരിപ്രഭാഷണം. അതുപോലെ തന്നെ നിങ്ങൾ സമാനമായിട്ട് നിങ്ങൾ ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇത് തന്നെ കാണും. മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്പൊ നമ്മുടെ ആമുഖത്തിൽ വിൻസെന്റ് ചേട്ടൻ ജസ്റ്റേച്ചും പറഞ്ഞ പോലെ നന്നായിട്ട് പ്രാർത്ഥനയെ ചൊല്ലിയിരുന്നു അവര് കേട്ടോ, എന്നിട്ട് നടത്തി. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞില്ലേ, ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ മലയിലെ പ്രസംഗം, സർമൺ ഓൺ ദ മൗണ്ട് എന്നാണ് പറയുന്നത്. ലൂക്കയുടെ സുവിശേഷത്തിൽ ഇതിനെ സമതല പ്രഭാഷണം എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആകും, സമതല പ്രഭാഷണം. അത് അവരുടെ തിയോളജിക്കൽ ആംഗിൾ ആണ്, അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. അതെന്താ നമ്മൾ പറയാം. ലൂക്കയുടെ സുവിശേഷത്തില് പാവങ്ങളെ പറ്റി കൂടുതൽ പറയുമ്പോൾ മത്തായി അത് ആത്മാവിൽ ദരിദ്രം എന്നൊക്കെ ആക്കും. അതെല്ലാം ആ സുവിശേഷങ്ങളുടെയൊക്കെ ഓറിയന്റേഷൻ ആണ്. എന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രിയോറിറ്റി ഉണ്ട്, തീം. നമുക്കറിയില്ല, ഈശോയെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടെ ഈശോയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എടുത്തിട്ട് തിയോളജി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് സുവിശേഷങ്ങൾ. അതുകൊണ്ടാണ് സുവിശേഷങ്ങൾക്ക് വ്യത്യാസമുള്ളത്. പിന്നെ അത് ആർക്ക് എഴുതപ്പെട്ടു, അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ നോർത്ത് സോണിലുള്ളവർക്ക് വേണ്ടി എഴുതുമ്പോൾ നോർത്ത് സോണിലുള്ളവരുടെ ചില ആശങ്കകളൊക്കെ ആയിരിക്കും അതിൽ വരേണ്ടത്. അപ്പൊ എങ്ങനെ അവർക്ക് ഈശോ രക്ഷകനായിട്ട് മാറുന്നു, സൗത്ത് സോണുകാർക്ക് അത് എങ്ങനെ അവർക്ക്. അപ്പൊ അതാണ് ഓരോ സുവിശേഷങ്ങൾ ആർക്ക് എഴുതപ്പെട്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മുസ്ലിംസ് ഒക്കെ നമുക്ക് ഒറ്റ ഖുറാനുള്ളൂ, നിങ്ങൾക്ക് പലതുണ്ട്, എന്തിനാണ് ഒരേ സുവിശേഷം തന്നെ 4-5 പേരിൽ വരുന്നത്, വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇതാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് വിഭാഗത്തിനാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങളും കൂടി അവർക്കുടെ കോണ്ടെക്സ്റ്റില്, ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് നസ്രായന ഈശോ അവർക്ക് പരിഹാരം, വിമോചകനായിട്ട് മാറുന്നതെന്ന്, ഈശോയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ പിൽക്കാലഘട്ടത്തിൽ അവരത് വിശ്വാസതലത്തിൽ ആവിഷ്കരിക്കുന്നതും കൂടിയാണ് സുവിശേഷം. ആ ഒരു അടിസ്ഥാന ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞു തരുന്നത് പലയിടത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇപ്പൊ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ആകെ 28 അധ്യായങ്ങളാണ് നമുക്കുള്ളത്. 28 അധ്യായങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ ഈ അധ്യായങ്ങളൊക്കെ. 2 സുവിശേഷങ്ങൾ മാത്രമാണ് ഈശോയുടെ ബാല്യകാലം നൽകുന്നുള്ളൂ. ഇൻഫൻസി എന്ന് പറയും, ബാല്യകാല വിവരണം. അത് മത്തായിയും ലൂക്കായും മാത്രമാണ്. മത്തായി അത് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ കാഴ്ചപ്പാടുകളിലൂടെ ബാല്യകാലം അവതരിപ്പിക്കുമ്പോൾ, ലൂക്കായ ആകട്ടെ അത് മറിയത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ലൂക്കായെ സംബന്ധിച്ചിടത്തോളം മറിയത്തിന്റെ ഒരു വംശാവലിയാണ് പ്രധാനപ്പെട്ടത്. അതേസമയം മത്തായിയെ സംബന്ധിച്ചിടത്തോളം അത് ജോസഫിന്റേതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ജോസഫിനെ ലൂക്കാ സുവിശേഷകൻ അല്പം ആവേശത്തോടെ പ്രാധാന്യത്തോടെ സ്വീകരിക്കുന്നത് ചോദിച്ചാല്, ഈശോയെ ദാവീദിന്റെ സുതനായിട്ട് അവതരിപ്പിക്കണം. അതെന്താന്ന് ചോദിച്ചാല്, ഈ മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടത് ക്രിസ്ത്യാനികളായ യഹൂദർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാകേണ്ട യഹൂദർക്ക് വേണ്ടി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് യഹൂദരെ ബോധ്യപ്പെടുത്തണം. പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട ക്രിസ്തു മിശിഹ, നസ്രത്തിലെ മറിയത്തിന്റെ മകനായ അല്ലെങ്കിൽ ജോസഫിന്റെ മകനായ യേശുവ ആണെന്ന് തെളിയിക്കും. അതുകൊണ്ട് ഒത്തിരി പഴയ നിയമ ഉദ്ധരണികള്, പ്രവചനങ്ങളൊക്കെ മത്തായി തലങ്ങും വിലങ്ങും ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതേസമയം ലൂക്കയ്ക്ക് അതല്ല ഓറിയന്റേഷൻ. ലൂക്ക ഈജിപ്തിലെ സഭയ്ക്കൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ അത് വേറൊരു തലത്തിലാണ് ലൂക്ക കാണുന്നത്. നമ്മുടെ പാവങ്ങള്, സ്ത്രീകള്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് പ്രധാനപ്പെട്ടതായിട്ട് വരും. അതുകൊണ്ട് 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ്, ഒരു ആമുഖമായിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ബൈബിളും കൂടിയാണല്ലോ പഠിക്കാൻ ശ്രമിക്കുക. 2 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് മത്തായിയുടെ സുവിശേഷം പറയാൻ ആഗ്രഹിക്കുക 28 അധ്യായങ്ങളിലൂടെ. ഒന്നാമത്തേത് 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളില്, അതായത് ക്രിസ്ത്യാനികളാകാത്ത യഹൂദരുടെ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ. എന്താണ് ആ ചോദ്യം? എങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുക ഈ നസ്രായനായ ഈശോ മിശിഹായാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ അറിയും? ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ആരായിരിക്കും? അത് യഹൂദരാണ്, അവർ ക്രിസ്ത്യാനികളായിട്ടില്ല. അപ്പൊ അവരോട് ഈ മത്തായി സുവിശേഷം സംവദിക്കാൻ ആഗ്രഹിക്കണം. എങ്ങനെയാണ്? പ്രവചനപ്രകാരമുള്ള മിശിഹ ഉണ്ട്, അവൻ ജനിച്ചത് ബെത്ലഹേം, ദാവീദിന്റെ പട്ടണത്തിൽ ജനിക്കുന്നു, പ്രവചനങ്ങള് അത്തരത്തില്. അപ്പോ ഈശോയുടെ ആഗമനം അല്ലെങ്കിൽ ജനനം 1 മുതൽ 2 വരെയുള്ളത് നമ്മൾ അവിടെ കാണും. ഈ ചോദ്യത്തിന് അതിന്റെ ഒപ്പം അടുത്ത ഉത്തരം കൂടി തരാണ്. 3-ാം അധ്യായം 1 മുതൽ 4-ാം അധ്യായം 11 വരെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ ഈശോയെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഈ മനുഷ്യൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണം. ആദ്യത്തെ സാക്ഷ്യം ആരാണ്? അത് മറ്റാരല്ല, യോഹന്നാനാണ്, സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ ആദ്യം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇവൻ സത്യമായി, അല്ല, ഇതാണ് ലോകത്തിന്റെ പാപങ്ങൾ നീങ്ങുന്ന കുഞ്ഞാട്. ഇനി രണ്ടാമത്തേത് ഈശോയുടെ എതിരാളിയാണ് പറയുന്നത്. ഒന്ന്, ദൈവം അയക്കപ്പെട്ട സ്നാപക യോഹന്നാൻ, സ്വാഭാവികമായിട്ട് അവൻ
സാക്ഷ്യം പറയേണ്ടതാണ്. രണ്ടാമത് പറയുന്നത് ആരാണ്? ദൈവത്തിന്റെ എതിരാളിയും പറയാണ് പ്രലോഭനമൊക്കെ കഴിയുമ്പോ ഈ ദൈവപുത്രനായതുകൊണ്ടാണ് കല്ലുകൾ അപ്പമാക്കുക എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ മത്തായി സുവിശേഷം അതുകൊണ്ട് വായനക്കാരന് ഉത്തരം കൊടുക്കുകയാണ്. കണ്ടോ, ഇവൻ ഇങ്ങനെയാണ്, കേട്ടോ, ഇത് ഈ പ്രവചനങ്ങളുടെ പ്രകാരം ഇവനാണ്. രണ്ടാമത് 4-ാം അധ്യായം തുടങ്ങി നമ്മൾ കാണുന്നത് ഈശോയുടെ ശുശ്രൂഷയാണ്. ഈശോ ആദ്യമായിട്ട് ശുശ്രൂഷകൾ ആരംഭിക്കുന്നു 4-ാം അധ്യായം 12:25 ഈശോയുടെ ആദ്യത്തെ ശുശ്രൂഷ. അത് കഴിഞ്ഞ് കാണുന്ന ഈശോയുടെ 5 മുതൽ 7-ാം അധ്യായം വരെ ഈശോയുടെ പ്രബോധനങ്ങളാണ്. 10 പ്രബോധനങ്ങളാണ്, പ്രസംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. 10 പ്രസംഗങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലൂടെ ഈശോ ഒരു പ്രവാചകനാണെന്നും കൂടി അടയാളപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രവാചകനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്? അതായത് ഒരു പ്രവാചകൻ, നിയമാവർത്തനം 18:18 അനുസരിച്ച് പ്രവാചകനെ ദൈവം മോശയ്ക്ക് ശേഷം ഉയർത്തും. അപ്പൊ അത് മെശിഹായായിരിക്കും. ആ പ്രവാചകന് അധികാരമുണ്ട്. ഇത് പ്രവചിക്കുന്നവനാണ്, ഹീൽ ചെയ്യുന്നവനാണ്, സൗഖ്യം നൽകുന്നവനാണ്, അല്ലെങ്കിൽ അവന്റെ അതോറിറ്റി മറ്റുള്ളവർക്ക്, ശിഷ്യന്മാർക്ക് പകർന്നു നൽകുന്നുണ്ട്. അതോറിറ്റി ഡെലഗേഷൻ, ഇതൊക്കെ ക്രിസ്തു നടക്കുന്നുണ്ട്. അപ്പോ 1 മുതൽ 10 വരെ അധ്യായങ്ങളില് മത്തായി സുവിശേഷം പരിശ്രമിക്കുന്നത് യഹൂദരോട് ഈ മിശിഹായാണ് ഈ ക്രിസ്തു എന്ന് പ്രബോധനം നൽകാനായിട്ട് ശ്രമിക്കുന്നത്. ശേഷമുള്ള 11 മുതൽ 28 വരെ അധ്യായങ്ങളില് ക്രിസ്ത്യാനികളായ യഹൂദരുടെ ചില ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഞങ്ങൾ ഈശോയെ മിശിഹായിട്ട് അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് ഇവൻ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട രാജ്യം, ദൈവരാജ്യം എങ്ങനെയാണ് ഭൂമിയിൽ കൊണ്ടുവരിക? എങ്ങനെയാണ് ദൈവരാജ്യം കൊണ്ടുവരിക? കാരണം അവരെല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന ദൈവരാജ്യമാണ്, അത് ശക്തിയോടെ വരും, റോമാക്കാരെയൊക്കെ തുരത്തി ഓടിക്കും. അപ്പൊ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മിശിഹായായിരിക്കും, ശക്തനായിരിക്കും, സൈന്യ വ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ രാഷ്ട്രീയക്കാരെ പോലെ ആയിരിക്കും അവൻ. പക്ഷെ ഈശോയുടെ ആ ഒരു ദൈവരാജ്യ സങ്കല്പം വ്യത്യസ്തമായിരുന്നു. അത് സാധാരണ യഹൂദൻ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഈശോ ദൈവരാജ്യം എന്താണെന്ന് പറയുകയാണ്. ആ ദൈവരാജ്യം ഈശോ സ്ഥാപിക്കുന്ന സഭയാണെന്നും എപ്രകാരമാണ് ദൈവരാജ്യത്തിന്റെ ഈ സവിശേഷതകൾ സഭയിലൂടെ ഉണ്ടാകുന്നതെന്നും അതൊക്കെയാണ് പാപത്തിന്റെ മേല്, മരണത്തിന്റെ മേല് വിജയം നേടുന്ന ക്രിസ്തു ഈ ദൈവരാജ്യത്തിന്റെ പ്രതീക്ഷയാണെന്നും അവന്റെ രാജ്യം ഐഹികമല്ല, അത് ശാശ്വത, ഈ ലോകത്തിൻ്റെതല്ല എന്നൊക്കെ കാണിക്കുന്ന തരത്തിലേക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ഈ സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ മലയിലെ പ്രസംഗം എന്താണെന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും അത് ഈശോയുടെ ഒരു മാനിഫെസ്റ്റോ ആണ്. നമ്മൾ കാൾ മാർക്സിന്റെ മാനിഫെസ്റ്റോ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയക്കാരനും ഇലക്ഷന് മുൻപ് ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കില്ല. ഈശോയുടെ മാനിഫെസ്റ്റോ ആണ് സത്യത്തില് അവൻ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിന്റെ, ദൈവരാജ്യത്തിന്റെ സവിശേഷതകൾ എന്തായിരിക്കും, അതിന്റെ പ്രഖ്യാപനമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. ഓക്കെ, നമ്മളതുകൊണ്ട് ഈ ഒരു വചനഭാഗം മാത്രം എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈശോ ഈ മലയിൽ പ്രസംഗിക്കാനായിട്ട് കയറുന്നത്? അല്ലെങ്കിൽ ആരോടാണ് അവൻ സംസാരിക്കുന്നത്? ഓക്കെ, സ്വാഭാവികമായിട്ട് ഈശോ മലയിൽ പ്രസംഗിക്കുന്നവനായിട്ടാണ് ഈ സുവിശേഷം കാണിക്കുക. അത് ലൂക്കയാണ് അവനെ സമതലങ്ങളിൽ പ്രസംഗിക്കുന്നവനായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈശോ ആരോടാണ് സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ 4-ാം അധ്യായം 23 മുതൽ 25 വരെ കാണുന്നു. ഈശോ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവന്റെ കീർത്തി സിറിയയിൽ വ്യാപിച്ചു. രോഗികള്, വ്യാധികള്, വ്യതകള്, അവശരായവര്, പിശാചിബാധിതര്, അപസ്മാരോഗികള്, തളർവാദക്കാര് അവന്റെ അടുത്ത് കൊണ്ടുവന്നു, അവരെ സുഖപ്പെടുത്തി. ഇനി നിങ്ങൾ നോക്കി, ഈശോയുടെ പരസ്യവിധ ആരംഭിക്കുമ്പോൾ തന്നെ അവന്റെ അരികിലേക്ക് വരുന്നവരൊക്കെ പ്രത്യാശയോടെ വരുന്നവരാണ്. എല്ലാം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യര്. ഇതിനകത്ത് നമ്മള് ഈശോയെ കാണാനും കേൾക്കാനും വന്നിരിക്കുന്ന മനുഷ്യരിൽ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഉള്ളവരോ അല്ലെങ്കിൽ സമൂഹത്തിന് വിലയും നിലയും ഉള്ളവരോ ഒരാള് പോലും അതിനകത്തില്ല. മറിച്ച് എല്ലാം ഇൻവാലിഡ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരു വിലയും നിലയും ഇല്ലാത്ത മനുഷ്യരാണ് വന്നിരിക്കുക. അപ്പൊ തിരിച്ചറിയേണ്ടത് ഈശോയുടെ പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ അവനെ കേൾക്കാൻ വന്നവരൊക്കെ സാധാരണക്കാരായ ദുർബലരും നിസ്സഹായരും ആയ മനുഷ്യര് ആയിരുന്നു. ശക്തരോ അങ്ങനെ ആരും അല്ലായിരുന്നു. അപ്പോ ഈ ജനക്കൂട്ടത്തോടാണ് ഈശോ സംസാരിക്കാനായിട്ട് പോവുക. അപ്പൊ ഈശോ സംസാരിക്കുന്ന മനുഷ്യര് തീർച്ചയായിട്ടും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യര്, കൃഷിക്കാര്, അതുപോലെ തന്നെ കഠിനമായ ജോലികൾ ചെയ്യുന്ന മനുഷ്യര്, പ്രത്യേകിച്ച് റോമക്കാരുടെ അടിമത്തത്തിന് കീഴിൽ വ്യാകുലങ്ങളേറ്റ മനുഷ്യരാണ് അവനെ കാണാനായിട്ട് വരുന്നത്. അപ്പൊ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. പീഡിതരായ ഒരു ജനമാണ് ഈശോയുടെ അടുത്ത് ആശ്വാസം തേടി വരുന്നത്. അപ്പൊ അവരോടാണ് ഈശോ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സുവിശേഷങ്ങളിൽ എപ്പോഴും ഒരു സ്വഭാവമുള്ളത് മോശയോട് ഈശോയെ താരതമ്യം ചെയ്യാനായിട്ട് ശ്രമിക്കും. മോശയോട്
നിങ്ങളത് തലങ്ങും വിലങ്ങും സുവിശേഷങ്ങളിൽ കാണും കേട്ടോ. മോശ എന്തിനാണ് ഈ മോശയോട് തുലനിച്ച ഇത്രമാത്രം വ്യഗ്രചിത്തത ഈ മത്തായി സുവിശേഷമൊക്കെ കാണിക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, ഇവൻ മിശിഹായാണെന്ന് കാണിക്കണം. ആരുടെ പിൻഗാമി? മോശയെ പോലുള്ള ഒരു പ്രവാചകനാണെന്ന് കാണിക്കണം. അപ്പൊ മോശ എന്താ ചെയ്തത്? മോശയുടെ കൂടെ ഉണ്ടായ ജനം ആരായിരുന്നു? മോശയുടെ കൂടെ ഉണ്ടായ ജനം ഇസ്രായേലിൽ പീഡിപ്പിക്കപ്പെട്ട ജനമായിരുന്നു. ദുർബലര്, ബലഹീനര്, അടിമത്തത്തിലാണ്ട മനുഷ്യര്, സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം കാണാൻ കാത്തിരുന്ന മനുഷ്യര്, അപ്പൊ പ്രത്യാശയോടെ കാത്തിരുന്ന, അതുകൊണ്ട് പുറപ്പാടിന്റെ പുസ്തകം പറയുക, നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെ പറ്റി പറയുന്നുണ്ട്. ഈജിപ്തിലെ ജനത്തിന്റെ നിലവിളി അവിടെ നിന്ന് കേട്ടു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജനമായിരുന്നു മോശ കൊണ്ട് നടക്കേണ്ടിയിരുന്നത്. അപ്പൊ എന്നിട്ട് മോശ എന്താ ചെയ്തത്? ഈജിപ്തിൽ നിന്ന് ഈ മോശ ഇവരെ രക്ഷിക്കുകയാണ്. എവിടേക്കാണ് കൊണ്ടുപോയത്? കാനാൻ ദേശത്തേക്ക്. ഏത് നാടുകളിലൂടെയാണ് പോയത്? അതെല്ലാം മരുഭൂമിയിലൂടെയും മലമ്പ്രദേശത്തുകൂടെയായിരുന്നു. ഇനി എന്നിട്ട് മോശ ഇവർക്ക് വേണ്ടി എന്താ ചെയ്തത്? ഇവരെ ഒരു ജനതയാക്കി മാറ്റുന്നു. 10 കൽപ്പനകൾ സീനാൻ മലയിൽ നിന്ന് കൊടുക്കുന്നു. എന്നിട്ട് മോശ അവരോട് സീനാൻ മലയിൽ വെച്ച്, അല്ലെങ്കിൽ മലകളിലൊക്കെ വെച്ച് അവരോട് അവൻ പ്രസംഗിക്കുന്നു. അപ്പൊ പുതിയ നിയമത്തിലെ മോശ എന്താണ് ചെയ്യുന്നത്? ഇവിടെയും ഈശോയും ഒരു മലയിൽ പ്രസംഗിക്കാൻ കയറുന്നു കേട്ടോ. സുവിശേഷകന്റെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ലക്ഷ്യം. എന്നിട്ട് ഈശോ 10 കൽപ്പനകൾക്ക് വരെ ഇവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങള് ഗിരിപ്രഭാഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നോക്കിക്കോ, ഒരു 10 പ്രസംഗങ്ങളാണ് ഈശോയുടെ ഉള്ളത്. 10 എണ്ണം. നിങ്ങൾ നോക്കിക്കോ, 10 എണ്ണമാണുള്ളത്. ഭൂമിയുടെ ഉപ്പ് ലോകത്തിന്റെ പ്രകാശം, നിയമത്തിന്റെ പൂർത്തീകരണം, സഹോദരന്മാരെ രമ്യതപ്പെടുക, വ്യഭിചാരം ചെയ്യരുത്, വിവാഹമോചനം, ആണയിടരുത്, തിന്മയെ നന്മയോട് ജയിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, ധർമ്മദാനം നടത്തുക. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം ഈശോയെ അപ്പൊ ആരായിട്ട് 10 കൽപ്പനകൾ നൽകിയതുപോലെ 10 പ്രഭാഷണങ്ങൾ ഈശോയെ മോശയോട് തുലനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇനി ഈശോ മോശ കാനാൻ ദേശത്തേക്ക് നയിച്ചതുപോലെ ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? ക്രിസ്തു ഒരു ദൈവരാജ്യത്തിലേക്ക് ജനത്തെ നയിക്കുകയാണ്. അതുകൊണ്ട് സഭയാണ് ഇതിന്റെ ഒരു മുന്നാസ്വാദനം. കഹൽ എന്നൊരു പദം ഉപയോഗിക്കും, വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ കൂട്ടായ്മ. അപ്പൊ തിരിച്ചറിയേണ്ടത്, ഈശോ ആരാണ് സത്യത്തില്? മത്തായിയുടെ സുവിശേഷ പ്രകാരം ഈശോ മോശയുടെ തുടർച്ച ആണ്. മോശ പ്രഖ്യാപിച്ചതുപോലെ എനിക്ക് ശേഷം ഒരു വലിയ പ്രവാചകൻ ഉദയം ചെയ്യും, നിയമാവർത്തനം 18:18. അപ്പൊ ഈശോ മോശയെ പോലെ ഒരു പ്രവാചകനാണ്, വിമോചകൻ ആണ്. മോശ തോറ നൽകിയെങ്കിൽ ഈശോ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് 5:17 നോക്കിക്കോ, ഈ ഒരു അധ്യായത്തിന്റെ 5:17, മത്തായി 5:17. നിയമവും പ്രവാചകന്മാരും, ഞാൻ വന്നിരിക്കുന്നത് മോശയുടെ നിയമത്തെ അസാധുവാക്കാനല്ല, അത് പൂർത്തീകരിക്കുവാനാണ് വന്നത്. പഴയ നിയമം മോശയിലൂടെയാണെങ്കിൽ പുതിയ നിയമം ആ പഴയ നിയമത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണം. അപ്പൊ മോശയേക്കാൾ സത്യത്തിൽ അവൻ ശ്രേഷ്ഠൻ ആണ്. ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആമുഖമായിട്ടുണ്ടാകണം. അപ്പൊ ഏത് സുവിശേഷം വായിക്കുമ്പോൾ, ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ മോശ മന്ന വർഷിച്ചു, അത് ഭക്ഷിച്ചവർ മരിച്ചു. മോശ മന്ന വർഷിക്കാനായിട്ട് അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോയെ കാണാം, കടൽ കടക്കുന്ന ഈശോയെ കാണാം. അതിനകത്ത് മോശ ഇൻവോൾവ് ആണ്. അപ്പൊ ഇതൊക്കെ മോശയെ പോലെ ഒരു പ്രവാചകനെ പ്രതിഷ്ഠിക്കുക, ക്രിസ്തുവിലൂടെ കാണിക്കുക എന്നുള്ളതാണ് സുവിശേഷകൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ എന്തെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇത്തിരി ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയാണ് പറഞ്ഞത്. നിങ്ങൾ അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞ് വെറുതെ ബൈഹാർട്ട് മാത്രം പഠിക്കരുത്. സുവിശേഷങ്ങൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പക്ഷമുണ്ട്, ഒരു ചിന്തയുണ്ട്, ചിന്താധാരയുണ്ട്. അത് എന്താണെന്ന് അല്പം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാകാതെ പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. മോശ എന്താണോ പഴയതിൽ ചെയ്തത്, അതുപോലെ തന്നെ ഈശോയെ ഇപ്പോ ഈ സുവിശേഷ പ്രകാരം ചെയ്യാനായിട്ട് പോവുകയാണ്. ഈശോ മലയിൽ കയറിയിരിക്കുന്നു. സീനാൻ മലയിൽ മോശ ഇരുന്നതുപോലെ 10 കൽപ്പനകൾ നൽകിയതുപോലെ ഈശോ പ്രഭാഷണങ്ങൾ നൽകുന്നു. മോശ കാനാദേശത്തേക്ക് നയിച്ചു അവരെ. അപ്പൊ ഒരു പുതിയൊരു ഒരു ദൈവജനമാക്കി തീർക്കുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവം. എന്നതുപോലെ ഈശോ ഇനി അവരെ സ്വർഗീയ ജെറുസലേമിലേക്ക് നയിക്കാനായിട്ട് പോകുന്നു. പക്ഷെ അതിന്റെ മുന്നാസ്വാദനം അവൻ സ്ഥാപിക്കുന്ന സഭ ആണ്, എക്ലേസിയ അല്ലെങ്കിൽ കൂട്ടായ്മയാണ്. അപ്പൊ അത് ഒരു പുതിയ ലോകക്രമം ഈശോ സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പൊ അതാണ് തീർച്ചയായിട്ടും ഇവിടെ വരുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷ ഭാഗങ്ങൾ 5-ാം അധ്യായം 1 മുതൽ എടുക്കാം. 2-ാമത്തേത് 1-ാമത്തെ വാചകം, അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അപ്പൊ ഈ ജനക്കൂട്ടമൊക്കെ ഈ പറഞ്ഞ കാറ്റഗറിപ്പെട്ട ജനങ്ങളാണ്. ഒന്നും പ്രതീക്ഷിക്കാനോ ഇൻഫ്ലുവൻസോ സ്വാധീനമോ ഗ്ലാമറോ പവറോ അധികാരമോ ധനമോ ഒന്നുമില്ലാത്ത സാധാരണ മനുഷ്യരാണ് ഈശോയെ കേൾക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഈശോ എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവൻ ഇരുന്നു. എന്തുകൊണ്ടാണ് ഈശോ ഇരിക്കുന്നു എന്ന് പറയുന്നത്?
മോശ ഇരുന്നു കൊണ്ടാണ് പഠിപ്പിച്ചത്. ഗുരു എപ്പോഴും, റബി എപ്പോഴും ഇരുന്നു കൊണ്ടേ പഠിപ്പിക്കാവൂ. സിനഗോഗിൽ അതുകൊണ്ട് മോശയുടെ ഒരു അഗ്രാസനം ഉണ്ടായിരിക്കും. എല്ലാ സിനഗോഗുകളിലും ഒരു കസേര ഉണ്ടായിരിക്കും. ആ കസേരയിലാണ് റബി ഇരുന്ന് പഠിപ്പിക്കുക. തീർച്ചയായും അപ്പോഴാണ് മോശ കസേരയിൽ ഇരിക്കുന്നു. നമ്മൾ ഈ മത്തായിയുടെ 23-ലൊക്കെ വിമർശനങ്ങൾ ഈശോ പറയും, നിങ്ങളുടെ മോശയുടെ അഗ്രാസനങ്ങൾ ഇരുന്ന് പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈശോ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ആരെ പോലെ? മോശയെ പോലെ. ഓക്കെ, ഇനി തീർച്ചയായിട്ടും നമ്മളിവിടെ മനുഷ്യന്റെ ഈശോയുടെ മുമ്പിൽ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. ഇവര് ഈശോയുടെ ദൈവരാജ സങ്കല്പമൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അവരുടെ മനസ്സിൽ ഓൾറെഡി ഉള്ള സങ്കല്പം എന്താന്ന് ചോദിച്ചാല്, ദാവീദിന്റെ പുത്രനായ മിശിഹ വരുമ്പോ രാജ്യം വീണ്ടെടുക്കും. അവൻ ശക്തനും സ്വാധീനമുള്ളവനായിരിക്കും, നിസ്സാരക്കാരനൊന്നും ആയിരിക്കില്ല. അപ്പൊ ഈശോയുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. മിശിഹ എന്നുള്ള രാജ്യം യഹൂദര് സ്വപ്നം കണ്ടത് പവർഫുൾ അധികാരത്തിൻ്റെതായിരുന്നെങ്കിൽ ഈശോ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ദൈവരാജ്യം നേരെ ഓപ്പോസിറ്റ് ആണ്. കാലിത്തൊഴുത്തിൽ പിറന്നവന്റെ ദൈവരാജ്യവും കൊട്ടാരത്തിൽ പിറന്നവന്റെ ദൈവരാജ്യ സങ്കല്പവും രണ്ടായിരുന്നു. സാധാരണ ജനമൊക്കെ കാത്തിരുന്നത് ശക്തനായ കൊട്ടാരത്തിൽ പിറക്കുന്ന ഒരു രാജാവിനെ മിശിഹായാണെങ്കിൽ ദൈവം മനുഷ്യന്റെ ഈ ഒരു ചിന്തയെ പരിഹസിക്കുക അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുകയാണ്. അവൻ ജനിക്കുന്നത് പോലും കാലിത്തൊഴുത്തിൽ. അങ്ങനെയെങ്കിൽ അതിലൂടെ ഒരു സിഗ്നലാണ് ദൈവം കൊടുക്കുന്നത്, സിമ്പലാണ് ഇത്. ഇവൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ദൈവരാജ്യവും സ്ഥാപിക്കുന്ന ദൈവരാജ്യവും വ്യത്യസ്തം ആയിരിക്കും. അത് ജനത്തിനൊരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഉതപ്പ് ആകാം. ഇനി ഇവിടെ പറയുന്ന വാക്കുകളൊക്കെ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഓക്കെ, ഗ്രീക്കിൽ അതിന് ഉപയോഗിക്കുന്ന പദം മക്കാരിയോസ് എന്നാണ്. ആ വാക്കൊന്ന് പറഞ്ഞു നോക്കിയേ. മക്കാരിയോസ്, ഭാഗ്യവാൻ, ബ്ലസ്ഡ്, ബ്ലസഡ്, വാഴ്ത്തപ്പെട്ടവൻ, അനുഗ്രഹീതൻ. മക്കാരിയോസ് എന്നാണ് പറയുന്നത്. മക്കാരിയോസ് ബ്രദർ എന്നൊക്കെ പറഞ്ഞ് ബ്രദറിന് പേരൊക്കെ ഇടാം സന്യാസിക്കൊക്കെ. മക്കാരിയോസ്, ഗ്രീക്കില് മക്കാരിയോസ് എന്ന് പറഞ്ഞാൽ ബ്ലസഡ് എന്നർത്ഥം. നിങ്ങൾ ഇനി മലാക്കിയുടെ പുസ്തകം അവസാനിക്കുന്നത് നോക്കി. മലാക്കിയുടെ പുസ്തകം അവസാനിക്കുന്നത്, ബൈബിൾ ഉള്ളവരൊക്കെ വേണമെങ്കിൽ എടുത്തോ. മലാക്കിയുടെ പുസ്തകത്തിന്റെ അവസാനത്തെ വാചകം എന്തായിരിക്കും? അതായത് 4-ാം അധ്യായം 6-ാമത്തെ വാക്യം നോക്കി. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. അപ്പൊ അവിടെ അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്നതിന് വിരുദ്ധമായ ഒരു പദം ഏതാണ് അവിടെ വന്നിരിക്കുന്നത്? ഏതായിരിക്കും? ശാപം അല്ലെ, കേഴ്സ്. അതായത് പഴയ നിയമം അവസാനിക്കുന്നത് ശാപം എന്ന വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ്. ശാപം. പുതിയ നിയമത്തിൽ ഈശോയുടെ വാചകങ്ങൾ, അവന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ആദ്യത്തേത് ഭാഗ്യവാന്മാർ. അതിനർത്ഥം പഴയ നിയമത്തിലെ ശാപത്തിന്റെ തലങ്ങൾ ക്രിസ്തു അനുഗ്രഹം. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പൊ മലാക്കി ശാപം എന്ന വാക്കുകൊണ്ട് അവസാനിക്കുന്നുവെങ്കിൽ, കൺക്ലൂഡ് ചെയ്യുന്നുവെങ്കിൽ, ആദ്യ വാക്ക് ഈശോ മത്തായിയുടെ സുവിശേഷ പ്രകാരം ഈശോ സംസാരിക്കുന്ന ആദ്യ വാക്ക് തന്നെ മക്കാരിയൂസ് അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്നുള്ള പദം ആണ്. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഈ പഴയ നിയമ പശ്ചാത്തലത്തില് ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ? ഭാഗ്യവാൻ. അല്ലെങ്കിൽ ആരാണ് ശപിക്കപ്പെട്ടവൻ? ഭാഗ്യവാൻ എന്ന് പറഞ്ഞാല് ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങളുള്ളവരെയാണ് ഭാഗ്യവാന്മാരെന്ന് പറയും. എന്ന് പറഞ്ഞാല് സൗഭാഗ്യങ്ങളൊക്കെ ഉള്ള മനുഷ്യര്, ധനം, ഒരുപാട് സമ്പത്ത്, മക്കള്, 1-2 പിള്ളേരൊന്നുമല്ല കേട്ടോ, മാക്സിമം പിള്ളേരുണ്ടാവുന്നവരാണ് ഭാഗ്യവാന്മാർ. അവർക്ക് അങ്ങനെയാണ് അതിന്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അതുപോലെ തന്നെ ദീർഘായുസ് ഉള്ളവര്. ഓക്കെ, ഈ 3 കൂട്ടരെയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ, ഭാഗ്യവാന്മാരെന്നറിയാം ഈ യഹൂദർ കരുതിയിരുന്നത്. ഒന്നാമത്തേത് ആടുമാടുകളും സമ്പത്തും കന്നുകാലികളും ധാരാളം ഉള്ളവര്. രണ്ടാമത്തേത് ഒത്തിരി മക്കളുള്ളവര്. മൂന്നാമത്തേത് ദീർഘായുസ് ഉള്ളവര്. ഇവരെയാണ് പഴയ നിയമ കാഴ്ചപ്പാടില് ഭൗതികതയാണ് അളക്കുന്നത് ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ ഈശോ പറയുന്ന ഭാഗ്യവാന്മാർ ആരൊക്കെയാ നോക്കിയപ്പോ? കരയുന്നവര്, വിലപിക്കുന്നവര്, ശാന്തശീലര്, കരുണയുള്ളവര്, ഹൃദയശുദ്ധിയുള്ളവര്. ആർക്ക് വേണം? ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ഈശോ റിവേഴ്സ് ചെയ്യണം. ഓർഡർ ഈസ് റിവേഴ്സ്ഡ്. ഓക്കെ,
ഇനി ഇതിനകത്ത് പറയുന്നത് നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കും, ഭാഗ്യവാന്മാരായിരിക്കും എന്നല്ല പറയുന്നത്, ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ടെൻസ് ഏതാണ്? കാലം പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, വർത്തമാനകാലത്തിലാണ് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയണെങ്കിൽ എവിടെയായിരിക്കും? സ്വർഗത്തിലാണ്. ഇത് പറയുന്നത് ഇപ്പോൾ ഭാഗ്യവാന്മാരെന്ന് പറയാം. അതിനർത്ഥം ഞാനിപ്പോ എവിടെയാണ്? ഭൂമിയിലാണ്. എന്റെ കൺമുമ്പിൽ തന്നെ ഈ ആശ്വസിപ്പിക്കൽ നടന്നിരിക്കും. നീതി നിഷേധം എന്റെ മുമ്പിൽ തന്നെ അത് പരിഹരിക്കപ്പെട്ടിരിക്കും. അതാണ് ഈശോ പറയുന്നത്. അർത്ഥം എന്താന്ന് ചോദിച്ചാല്, ഈശോയുടെ കാഴ്ചപ്പാടില് ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിന്റെ മുന്നാസ്വാദനം ഉണ്ടാക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിന്റെ അനുയായികൾ. തീർച്ചയായിട്ടും ആ ഒരു സന്ദേശം നിങ്ങൾ മറക്കരുത്, അത് സ്വീകരിക്കണം. അതുകൊണ്ട് വരാനിരിക്കുന്ന ലോകത്തിലല്ല ഇതൊക്കെ കിട്ടാൻ പോണത് കേട്ടോ. ഈ ഭൂമിയിൽ തന്നെ അത് നമുക്ക് കിട്ടും, അതിന്റെ ഉറപ്പാണ് തരുന്നത്. നിങ്ങളിനി ഈ ഭാഗ്യവാൻ എന്നുള്ളതിന് സങ്കീർത്തനങ്ങൾ തന്നെ ഉത്തരം പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ ഒന്നെടുക്കുക, 1-ാം സങ്കീർത്തനം. നമ്മളൊന്ന് ക്രോസ് ആയിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ സുവിശേഷങ്ങളൊക്കെ എഴുതുന്നത് പഴയ നിയമത്തെ സ്ഥാപിക്കുക എന്നുള്ളതും കൂടിയാണ്. പഴയ നിയമത്തില് ഉള്ളതിനെ പുതിയ നിയമം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പഴയ നിയമം പഠിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പുതിയ നിയമം മതി എന്ന് പറഞ്ഞാൽ അതിന് ഒന്നുമില്ല. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലെ പുതിയ നിയമം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വായിച്ചു നോക്കിക്കോ, 1-ാമത്തേത് 1:1 സങ്കീർത്തനം. 2 മാർഗങ്ങൾ: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ആണ് ആര്? ഭാഗ്യവാൻ. ഇപ്പൊ ഇവിടെ ഇന്നത്തെ ഈ അഷ്ടസൗഭാഗ്യങ്ങളിൽ ഈശോ ഭാഗ്യവാൻ 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 എന്ന് പറയുമ്പോൾ ആരല്ല ഭാഗ്യവാന്മാര്? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുന്നവരും പാപിയുടെ വഴിയിൽ വ്യാപരിക്കുന്നവരും പരിഹാസകരായിട്ട് പീഠങ്ങളിൽ ഇരിക്കുന്നവരും ഭാഗ്യവാന്മാരല്ല. ഓക്കെ, ഇനി ഭാഗ്യവാന്മാർ എന്ത് ചെയ്യും? ഭാഗ്യവാന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അതിനെപ്പറ്റി ധ്യാനിക്കുന്നു. അപ്പോ പഴയ നിയമ കാഴ്ചപ്പാടിൽ, സങ്കീർത്തനങ്ങളുടെ കാഴ്ചപ്പാടിൽ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ ആരാണ്? അവിടെ പറയുന്നുണ്ട്, മക്കാരിയോസ്. അപ്പൊ അതുകൊണ്ട് ഭാഗ്യവാന്റെ ഡെഫിനേഷൻ ഈ പഴയ നിയമത്തിലെ സങ്കീർത്തനം നൽകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഓരോന്നോരോന്നൊന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ അതിനു മുമ്പ് ഒരു ചോദ്യം പറയുകയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടില് ഇപ്പോ ഈ കാലഘട്ടത്തിൽ ആരാണ് ഭാഗ്യവാനും ഭാഗ്യവതിയൊക്കെ? വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കി. ആരാണ് ഭാഗ്യവാനും ഭാഗ്യവതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാടില്? നമ്മൾ പഴയ നിയമ കാഴ്ചപ്പാട് പറഞ്ഞു, ഈശോയുടെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ ഇനി സംസാരിക്കും. സംസാരിച്ചു നോക്കി. നമ്മൾ ചിലരോട് പറയല്ലോ ഭാഗ്യവാൻ, ഓണം ബമ്പർ അടിച്ചു ഭാഗ്യവാൻ, അല്ലെ? MG റോഡിൽ 1 ഏക്കർ സ്ഥലം കിട്ടി ഭാഗ്യവാൻ, കുട്ടി MBBS സീറ്റ് കിട്ടി ഭാഗ്യവാൻ, സുന്ദരിയായൊരു പങ്കാളി കിട്ടി ഭാഗ്യവാൻ. അപ്പോ നമ്മുടെ കാഴ്ചപ്പാട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കിക്കോ, ആരാണ് ഭാഗ്യവാൻ? സമാധാനത്തോടെ അഞ്ചുറങ്ങാൻ സാധിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു യാചകന് പോലും അത് പറ്റുമല്ലേ? അതല്ല അങ്ങ് പറയുന്നത്. ഓക്കെ, ഒരു ഡെഫിനേഷനായി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ, ആരെങ്കിലൊക്കെ? ഉള്ളത് കൊണ്ട് സംതൃപ്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നവരായിരിക്കും ഭാഗ്യവാന്മാര്. ഓക്കെ, തീർച്ചയായിട്ടും ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുക. ആരോഗ്യമുള്ളവരാണ് ഭാഗ്യവാന്മാർ. സന്തോഷവും സമാധാനവും തന്നെയാണ്, അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാൻ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പൊ 2 എണ്ണം പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാര്. നാളെ ലോട്ടറി എടുത്താലോ? ഭാഗ്യമുള്ള. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും ഈ ഭാഗ്യ നിർഭാഗ്യങ്ങളെ പറ്റിയൊക്കെ ഭയങ്കര ആകുലരാണ്. എന്തൊക്കെ പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ പോലും ഈ ഭാഗ്യക്കേട്, ഭാഗ്യം ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചാണ്. ഇപ്പോ നൊവേനയ്ക്ക് പോകുന്നതാണ്, അയ്യോ പൂച്ച ചാടി എന്നും പറഞ്ഞുകൊണ്ട് അതിനൊരു നൊവേന, അല്ലെ? പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങള്, ഈ കോണ്ടെക്സ്റ്റുകള്, സംസ്കാരം, ഇതൊക്കെ നമ്മളെ ഈ ഭാഗ്യ നിർഭാഗ്യങ്ങളെ ഡെഫിനേഷൻ തരുന്നുണ്ട്. ഇപ്പോ ഒരു പരീക്ഷയ്ക്കൊക്കെ തോറ്റു വന്ന കൊച്ചിനോട് നീ ഭാഗ്യമുള്ളവെന്ന് പറയുമോ? അല്ലെ? നമ്മള് തിയറിയൊക്കെ പറയും, പക്ഷെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മള് ഭാഗ്യ നിർഭാഗ്യങ്ങള് അതൊക്കെ നമ്മള് വളരെയധികം ചിന്തിക്കുന്നവരാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ അഷ്ടസൗഭാഗ്യങ്ങളിലേക്ക് വരുമ്പോൾ ഈശോ ഒന്നുകൂടി വ്യക്തമാക്കുന്നു ആരാണ് ഭാഗ്യമുള്ളവരും, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഭാഗ്യമാണോ
നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാനും സംസാരിക്കുന്ന ഞാനും ഒക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എനിവേ, ഒന്നാമത്തേത് ഈശോ പറയുന്നതിൽ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്താണ് ഈ ആത്മാവിൽ ദരിദ്രർ എന്ന് ചോദിച്ചാല് പല പല വ്യാഖ്യാനങ്ങൾ കൊണ്ട്, പക്ഷെ ഇവിടെ ഒരു പക്ഷെ സാധ്യതകളാണ് ഞാനിപ്പോ പറയുന്നത് കേട്ടോ. ഒന്നാമത്തേത് ആത്മീയതയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവര്, ആത്മീയ അനുഭവത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യര് ഈ ആത്മാവിൽ ദരിദ്രരാണ് അല്ലെ. ആത്മീയത, നമ്മൾ പറയില്ലേ ആനന്ദം, ഹാപ്പിനെസ് അല്ല, ജോയ്. ഓക്കെ, ഇപ്പൊ ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. ഞാൻ ഓർക്കൊണ്ട് ഒരു മനുഷ്യൻ സൗദി അറേബ്യയിലായിരുന്നപ്പോ എന്നെ പുള്ളി എന്തോ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നോട് പുള്ളി ദൈവവചനം പറയാൻ പറയും. അപ്പൊ ഞാൻ ഇവിടെ ഞാൻ ഇരുന്നൊരു പള്ളിയിൽ കാറ്റീസ് അധ്യാപകനായിരുന്നു. പുള്ളി എങ്ങനെയോ സൗദിയിൽ പോയി. അപ്പൊ പുള്ളി ബൈബിളും കൊണ്ടാ പോയ, പക്ഷെ എയർപോർട്ടിൽ പുള്ളിയുടെ ബൈബിൾ അവർ പിടിച്ചെടുത്തു. എന്നിട്ട് ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പുള്ളിയുടെ എന്നോട് പറയും, അച്ഛന് ബൈബിളിൽ നിന്ന് ഒരു അധ്യായം എനിക്ക് വേണ്ടി വായിക്കാൻ പറയും. അപ്പൊ ഞാൻ എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം കൊടുത്ത് പുള്ളിക്ക് വായിച്ചു കൊടുക്കും. ഞാൻ ഫ്രാൻസിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അയാളുടെ ഒരു ദാഹം കാണണം. അപ്പൊ എന്റെ കയ്യിൽ 4-5 ബൈബിൾ ഇരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, മലയാളം, ഗ്രീക്ക്, ഹീബ്രു അതൊക്കെ ഇരിക്കുന്നു. അപ്പൊ അയാൾക്കൊരു ബൈബിളിന്റെ ഒരു താള് കിട്ടാൻ വേണ്ടി അയാള് കൊതിക്കുന്നു. അയാള് എന്നിട്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചു, ഓർക്കണ്ട്. പിന്നീട് അയാൾ എങ്ങനെയോ സംഘടിപ്പിച്ചു. എനിവേ, അപ്പോ പല രീതിയിലുള്ള ആത്മീയതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഞാനിപ്പോ ചോദിച്ചോളൂ, ഒരു പ്രൊസ്റ്റിറ്റ്യൂട്ട് ആണോ ഒരു സന്യാസിയാണോ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആത്മീയതയെ പറ്റി ചിന്തിക്കുന്നത് ആരായിരിക്കും? എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യം. ഒരു പ്രൊസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കോ അതെയോ സന്യാസി ആയിരിക്കോ ദൈവത്തിന് വേണ്ടി കൂടുതൽ ദാഹിക്കുന്നവര്, അല്ലെങ്കിൽ ദൈവത്തെ പറ്റി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നവരാരായിരിക്കും? സാധ്യത സന്യാസിയല്ലേ, കാരണം അവൻ. പക്ഷെ പഠനങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു പക്ഷേ തിന്മയില് ഒക്കെ ജീവിക്കുന്ന മനുഷ്യര്, ഈ പറഞ്ഞ ഗതികെട്ട ഇങ്ങനെ അവസ്ഥയിൽ, അവരായിരിക്കും ചിലപ്പോ ദൈവമേ ഞാൻ വീണുപോയല്ലോ എന്നെ ഒന്ന് രക്ഷിക്കുമോ. സന്യാസി ചിലപ്പോൾ ഏത് നേരവും ദൈവത്തെ പറ്റി ചിന്തിക്കാൻ ബോറടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവര് ലൗകികതയിൽ രമിക്കുന്നത് ചിലപ്പോ ദൈവത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടാവുന്നത് വിരോധാഭാസമായിരിക്കാം. ഞാൻ പറഞ്ഞതുകൊണ്ട് അത് വലിയ സംഭവമായിട്ട് എടുക്കണ്ട. അങ്ങനെയും ഞാനും ചിന്തിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ദൈവത്തിന്റെ കൂടെയാന്ന് പറയുമ്പോൾ പക്ഷെ ചിന്തിക്കുന്ന മുഴുവൻ ഭൗതികതയെ പറ്റിയും, ഭൗതികതയിൽ രമിക്കുന്നവർ ചിലപ്പോ ആത്മീയതയെ പറ്റിയും ചിന്തിക്കുന്നുണ്ട്. അക്കരപ്പച്ചകളാണല്ലോ ജീവിതം. അപ്പൊ അങ്ങനെയും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത്, ഈ ദൈവത്തിന്റെ പാവപ്പെട്ടവരുണ്ട്. ആത്മാവിൽ ദരിദ്രം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പാവപ്പെട്ടവര്, ബൈബിളിന്റെ കാഴ്ചപ്പാട് ദൈവത്തിന്റെ പാവപ്പെട്ടവർ ആരാന്ന് ചോദിച്ചാല് വിധവകള്, അനാഥര്, പരദേശികള്, കുട്ടികള്, ഇവരെയൊക്കെ ദൈവത്തിന്റെ പാവപ്പെട്ടവരെന്നാ പറയുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് അവരുടെ സംരക്ഷകരെ ദൈവമാണ്. ഒപ്പം തന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യര്, ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അടിമത്തത്തിലായിരിക്കുന്നവര്, നീതി നിഷേധിക്കപ്പെടുന്നവര്, നിന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നവര്, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്ന ഇവരെയൊക്കെ അവർക്ക് ദൈവം മാത്രമാണ് ആശ്രയമുള്ളത്. അപ്പൊ ദൈവം ആത്മാവില് എന്ന് വെച്ചാൽ ആത്മീയമായിട്ട് അവരെ കണക്കാക്കും. അവർക്ക് ഭൗതിക ശക്തിയൊന്നും ഇല്ല, ഫിസിക്കലായ സ്ട്രെങ്തോ ഒന്നുമില്ല അവർക്ക്. ഏറ്റുമുട്ടാനുള്ള കഴിവോ, ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചടിക്കാനുള്ള കെൽപ്പൊന്നും ഇല്ലാത്ത മനുഷ്യര്. അവർ ആത്മീയതയിൽ ദരിദ്രരായിട്ടിരിക്കുന്ന മനുഷ്യരാണ്, ആത്മാവിൽ ആണ്. ഓക്കെ, മറ്റൊന്ന് നമ്മൾ ഇവിടെ കാണുന്നത് ഈ പറഞ്ഞ വിഭാഗത്തില് ദരിദ്രരായവരൊക്കെ നമ്മുടെ ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. ആത്മീയത ആഗ്രഹിക്കുന്ന മനുഷ്യര്, അതുപോലെ തന്നെ സാമൂഹ്യപരമായ ദുർഘടന അല്ലെങ്കിൽ മിസ്ഫോർച്യൂൺസ്, അത് തങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ കടന്നു പോകുന്ന മനുഷ്യരൊക്കെ ഈ ഒരു ഗണത്തിൽപ്പെടുന്നവരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇവിടുന്ന് ഈശോ പറയുന്നത് വിലപിക്കുന്നവരെ പറ്റി പറയുന്നുണ്ട്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈശോ പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, റോമാക്കാരുടെ ആധിപത്യത്തിൽ കഴിയുന്ന ഒരു ജനതയാണ്. അപ്പൊ ഇവരുടെ ദേശം ഇതൊക്കെ റോമാക്കാർ കീഴടക്കി കഴിഞ്ഞു. AD 70 ആയപ്പോ ജെറുസലേം ദേവാലയം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒത്തിരി പേര് കരച്ചിലും വിലാപങ്ങളും ഒക്കെയാണ്. നമുക്കറിയാം വെയിലിംഗ് അല്ലെങ്കിൽ വെയിലിംഗ് വാൾ എന്ന് പറഞ്ഞ് ജെറുസലേമിലുണ്ടല്ലോ, ദേവാലയത്തിന്റെ വിലാപത്തിന്റെ മതില്. അപ്പോ ആ ഒരു വിലാപത്തിന്റെ കോണ്ടെക്സ്റ്റിലായിരിക്കാം ഈശോ പറയുന്നത്. അത് പിൽക്കാലഘട്ടത്തില് ഇത് സുവിശേഷങ്ങൾ വിരചിതമായപ്പോൾ ഒരു പക്ഷേ അത് എഴുതിയതാകാം. എന്താണ് പറയുന്നത്? അവർ ആശ്വസിപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇവിടെ ആശ്വസിപ്പിക്കപ്പെടുക എന്നുള്ളതിന് ഒരു ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നുണ്ട്, പാരക്ലേത്താസോമായി എന്ന് പറഞ്ഞൊരു പദം. എന്ന് പറഞ്ഞാൽ ആശ്വസിക്കുക, പാരക്ലേറ്റ്, സഹായകൻ,
അതായത് സത്യമായും ദൈവം ഒരു സഹായകനെ അയക്കും. അവരെ അഡ്വക്കേറ്റ് എന്നാണ് പറയുന്നത്. അഡ്വക്കേറ്റ്, അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട്, വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം ഒരു മധ്യസ്ഥനെ അയക്കും എന്നുള്ളതാണ്. അടുത്തൊരു വചനം ശാന്തശീലരെ പറ്റിയാണ് പറയുന്നത്. നമ്മളൊക്കെ ശാന്തത ഇടയ്ക്കൊക്കെ ഉണ്ടാവും, വല്ലപ്പോഴൊക്കെ ശാന്തത കൈവിട്ടു പോകും, ദേഷ്യപ്പെടും. ഈ ശാന്തതയെ പറ്റി എന്താണ് പറയുന്നത്? സങ്കീർത്തനം 37:11. ഈശോ അത് തന്നെ കോട്ട് ചെയ്യുകയാണ്. സങ്കീർത്തനം 37:17 അല്ല 11. സങ്കീർത്തനം 37:11. ശാന്തശീലർ ഭൂമി കൈവശമാക്കും എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ശാന്തശീലർ ഭൂമി കൈവശം ആക്കും. അത് തന്നെയാണ് ഇവിടെ ഈ ഗിരിപ്രഭാഷണത്തിൽ ഈശോ പറയുന്നത്. ആരാണ് ഈ ശാന്തശീലർ? ശാന്തശീലർ എന്ന് പറഞ്ഞാൽ മീക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. മീക്ക്. ചില മനുഷ്യരൊക്കെ ഇല്ലേ, എന്ത് ചെയ്താലും അവർ പ്രതികരിക്കില്ല, വളരെ പാസീവായിട്ട് നിൽക്കുന്ന മനുഷ്യരുണ്ട്, ശാന്തത പാലിക്കുന്ന മനുഷ്യർ. അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടാണെങ്കിലും ഏത് ദുർഗതിയുടെയും മധ്യത്തില് ശാന്തതയോടെ നിൽക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. അക്ഷോഭത്തോടെ, യാതൊരു വൈകാരിക പ്രക്ഷോഭമൊന്നും ഇല്ലാതെ ശാന്തരായിട്ട് നിൽക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. അവരായിരിക്കും ഭൂമിയെ കീഴടക്കാൻ പോവുക. നമ്മള് കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടത് ഓർക്കുകയാണ്. ഒരു പയ്യനെ, അവൻ റേസിസമാണ് എന്ന് പറഞ്ഞാൽ അവൻ കറുത്ത നിറമായതുകൊണ്ട് വെളുത്ത പിള്ളേരിൽ ഒരുത്തൻ അവന് ബുള്ളിയിങ് ആണ്. ചീമൊട്ട ഈ പയ്യന്റെ മുഖത്തേക്ക് എറിയുന്നു, എന്നിട്ട് ഇവനെ കളിയാക്കുന്നു. എഗ് ബോയ് എന്നും പറയുന്നു, മൊട്ടക്കുട്ടി. ഈ പയ്യൻ എന്നിട്ട് ഇവനെ വിട്ട് ദേഷ്യം വരാണ്. എന്നിട്ട് ഇവൻ വീട്ടിൽ ചെല്ലുന്നു. ഒരു ഏഷ്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു പയ്യനാണ്. അവന്റെ അപ്പൻ ഇവനെ മനസ്സിലാകുന്നു, വിശേഷം സ്കൂളിൽ നിന്ന് അറിഞ്ഞു. ഇവൻ എന്നിട്ട് പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകാനായിട്ട് പോകുമ്പോ കറിക്ക് അരിയുന്ന കത്തി, മൂർച്ചയുള്ളത് എടുത്തിട്ട് ബാഗിൽ വെച്ചിട്ട് പോവുകയാണ്. എന്തിനാണ്? ഈ കളിയാക്കിയവനെ പ്രതികാരം ചെയ്യാനായിട്ട്. അപ്പൊ അപ്പൻ ഇവനെ എന്തോ അകത്തുനിന്ന് എടുക്കാൻ പോയ സമയത്ത് അപ്പൻ ഈ കത്തി സ്ഥാനം മാറി എന്ന് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൻ എന്നിട്ട് ഇവന്റെ ബാഗ് തുറന്ന്, കഥ പോകാനായിട്ട് അത് ചെയ്യാതിരിക്കുക, എന്നാലും കത്തി എടുത്ത് മാറ്റുന്നു. ഇവൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ പയ്യൻ കളിയാക്കുന്നു. പക്ഷെ ബാഗ് തുറന്ന് കത്തി നോക്കിയപ്പോൾ ആ ടവല് മാത്രമുണ്ട്, കത്തിയില്ല. അപ്പൊ ഇവന് മനസ്സിലായി അപ്പൻ പറ്റിച്ചു. അപ്പൊ വീട്ടിൽ വന്ന് ഇവൻ അപ്പനോട് കലി തീർക്കണം. എന്നിട്ട് അപ്പനാകുമ്പോ ഇവനോട് പറയണം, നിനക്ക് അവനോട് പ്രതികാരം ചെയ്യണം. നീ മനസ്സ് ഏകാഗ്രം ശക്തമാക്കുക, നീ ശാന്തനാകും. ദേഷ്യം, റേജ് എന്നാണ് പറയുന്നത്, കോപം നിന്നെ കീഴടക്കിയാൽ നീയും നശിക്കും. എന്നിട്ട് ഈ പയ്യനെ അപ്പൻ ചില ഈ കുംഫു പോലെ, കരാട്ടെ അങ്ങനെയുള്ള അതിന്റെ മാർഷ്യൽ ആർട്ട് കുറെയൊക്കെ പഠിപ്പിക്കുകയാണ്, പ്രതിരോധമൊക്കെ. അവസാനം ഇവനെ കുറെ പയ്യൻ കളിയാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവൻ അക്ഷോഭ്യനായിട്ട് ഇവനോട് പ്രതികരിക്കുന്നു. ജസ്റ്റ് ഇവന്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുന്നു, അവനവിടെ വീഴുന്നു. നോക്കുക. അപ്പോൾ ശാന്തതയുള്ള മനുഷ്യര് ലോകത്തെ കീഴടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ വഴക്കൊക്കെ കൂടുന്നു. എനിക്കറിയില്ല ശാന്തത, ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് ദേഷ്യം വരാറുണ്ട്. ചില റിക്വസ്റ്റുകളും ചില പരിഭവങ്ങളൊക്കെ പറയുന്നത്, ഇത് പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് വരുന്ന വികാരം ഇടിവെട്ട് ഡയലോഗ് പറയാനായിരിക്കും. വേണമെങ്കിൽ ചെയ്താൽ മതി, ഇതെന്തിനാ എന്നോട് ചോദിക്കണേ. പക്ഷെ നമ്മള് ഞാൻ ആ വാക്ക് പറഞ്ഞാൽ പിന്നെ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? പേടി വരും. വേണ്ട, പറയണ്ട, വിഴുങ്ങിയേക്കാം. അപ്പൊ അത് ഉള്ളിൽ വിഴുങ്ങിയത് നമ്മൾ എന്ത് ചെയ്യും? വേറെ ആരോടും ചെന്ന് പറയും, ആ പുള്ളി എന്നോട് അങ്ങനെ ചോദിച്ചു. അപ്പൊ എന്നെ കേൾക്കുന്ന ആളെ എന്റെ ഭാവങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് അതും വിഷമം. നമുക്ക് ശാന്തശീലരാവുക എളുപ്പമാണോ? അലറി വരുന്ന പങ്കാളിയോടൊക്കെ ശാന്തത പാലിക്കാനൊക്കെ ചിലപ്പോൾ അത് പരാജയമായിട്ട് എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് മീക്ക് വേഴ്സസ് വയലന്റ്, അല്ലെ? ഹിംസഭാവങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട്, ശാന്തത പാലിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങളുടെ ദാമ്പത്യത്തിലൊക്കെ ചിന്തിച്ചു നോക്കി. ഈശോ പറയുന്നത് നിങ്ങൾ ഭൂമി കൈവശമാക്കുമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ നാമം സ്ഥായിയായിട്ട് മാറും. അല്ലാതെ ഭൂമി മുഴുവൻ നമുക്ക് കിട്ടുമെന്നുള്ളതല്ല. ഈ ഭൂമിയിൽ നമുക്കൊരു വിജയിച്ച പ്രതിനിധി അത്തരത്തിലൊരു പ്രതിനിധി ഉണ്ടാവും. പ്രതീതി വേണമെങ്കിൽ ആർക്കെങ്കിലൊക്കെ പറയാം. ഞാനീ പറഞ്ഞ ശാന്തത നമുക്കൊരു പക്ഷേ സാധ്യമാണോ? നിങ്ങൾക്ക് MCCയിലൊക്കെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു അവബോധമൊക്കെ വരുന്നുണ്ടോ? ചില കാര്യങ്ങള് ശാന്തതയോടെ പറയുക, അവധാനത. ചിലത് ശാന്തതയെ നശിപ്പിക്കുന്ന പ്രവൃത്തികളുണ്ട്. ഇങ്ങനെ ഏത് നേരം പറഞ്ഞുകൊണ്ടിരിക്കുക, പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, പരിഹാരം കണ്ടത് തന്നെ വീണ്ടും എടുത്തിടുക, ചർച്ചകൾ ചിലതൊക്കെ ഇങ്ങനെ നീണ്ടുപോകണം. അല്ലെങ്കിൽ എനിക്കൊരു ശാന്തത അതുകൊണ്ട് വലിയൊരു
പ്രധാനപ്പെട്ട ഒരു പേഴ്സണൽ ട്രേറ്റ് ആണ്, പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ്. ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കി, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഡു വി നീഡ് കൈൻഡ് ഓഫ് മീക്ക്നെസ്? ഓക്കെ, വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. അത് സാധിക്കുമോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത് കേട്ടോ. കാര്യമൊക്കെ ശരിയാണ്, ഈശോ ഒക്കെ പറഞ്ഞു പോയി, പക്ഷെ നമുക്ക് സാധിക്കും. അത് പലപ്പോഴും സാധിക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു സെൽഫായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ ഒരു പോസിറ്റീവ് ആണ്, അത് നമ്മളൊരു കഴിവാണ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു ചിന്ത നമ്മളിങ്ങനെ, ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ നമ്മളൊരു ഫീഡ്ബാക്ക് നമ്മളോട് തന്നെ കൊടുത്തോണ്ടിരിക്കുക. അപ്പോ നമ്മളതൊരു നമ്മുടെ ഒരു പോസിറ്റീവ് ആണെന്നോ സ്ട്രെങ്ത് ആണെന്നുള്ളത് ഇങ്ങനെ സെൽഫായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാഹചര്യങ്ങളിൽ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാകാനും പാടില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ പരാജയം എന്നുള്ളൊരു ഭീതിയില്ലേ, ഞാൻ മിണ്ടാതിരുന്നാൽ ഞാൻ പരാജയപ്പെട്ടു പോകും, ശാന്തത പാലിച്ചാൽ പരാജയപ്പെട്ടു പോകും, അങ്ങനെ ഒരു ചിന്ത സ്വാഭാവികമായിട്ട് വരില്ലേ? ഞാനിത് എനിക്ക് ഉത്തരവൊന്നുമില്ല കേട്ടോ, ഞാനിത് വെറുതെ സംസാരിക്കുന്നതാണ്, നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്, അതുകൊണ്ട് സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മള് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ പെട്ടെന്ന് കാര്യം നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങള് അല്ലെ, ചിലര് കവള് വെള്ളമൊക്കെ വായിൽ നിറച്ചിട്ട് പോകും എന്നിട്ട് മിണ്ടാതിരിക്കാൻ ഇഷ്ടം. എന്തോരം ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിച്ചു നോക്കിയേ, കമോൺ, ആരെങ്കിലൊക്കെ പറ. അച്ഛാ, ശാന്തത അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അത് മീക്ക്നെസ് എന്ന് പറയുന്നു. എനിക്ക് തോന്നണ അത് വീക്ക്നെസ് ആയിട്ട് ഈ ശാന്തതേനെ ചിലർ കാണാണ്. നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ ശാന്തതയോടുകൂടി ഇരുന്ന കാരണം എതിരായിട്ട് നിന്ന ആള് അവനങ്ങോട്ട് ഗോളടിച്ച് നമ്മളെ തീർത്തും ഇല്ലാണ്ടാക്കി എന്നുള്ളൊരു തോന്നല് നമുക്ക് വരുമ്പോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ശാന്തത പയ്യെ കൈവരിക്കും. ഓക്കെ, അതായത് നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നത് ഉരുളയ്ക്ക് പേര് കൊടുക്കുക എന്നൊരു ശീലമാണ്. അപ്പൊ ശീലിക്കപ്പെട്ടത് അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ദാമ്പത്യത്തിൽ ചിന്തിച്ചു നോക്കിയാൽ, ഇപ്പൊ അയൽവക്കത്ത് ഒരു മരം കരിയില മുഴുവൻ നമ്മുടെ വീട്ടിലേക്ക് വീഴുന്നു. അപ്പൊ ആദ്യം സഹിച്ചു, അത് കഴിഞ്ഞപ്പോ അവരോട് പോയി പറഞ്ഞു, ഭാര്യയായിരിക്കും എന്ന് പറയാം, ചേട്ടാ പറയട്ടെ, ഇയാളാണാന്നും പറഞ്ഞിരിക്കുകയാണ്, ചെന്ന് പറയാം, ഇയാള് ഇത് കൂടിയത് ശരിയാവാന്ന്, ചേട്ടനെ കൊണ്ട് എന്തു ആണാന്ന് പറയാൻ നടക്കണം. അപ്പൊ അവസാനം ഈ മനുഷ്യൻ, കാരണം ആ വ്യക്തിയുടെ സമാധാനം മുഴുവൻ ഉണ്ടാവണമെങ്കിൽ ഇയാള് പോയി അത് ചെയ്യണം, അത് പ്രൂവ് ചെയ്യണം, ഇടി കിട്ടിയാലും കുഴപ്പമില്ല, പോയി കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു സാധനം നമ്മൾ എല്ലാവരിലൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബത്തില് നമുക്ക് പേരൻസിൽ നിന്ന് അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉരുളയ്ക്ക് പേര് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സമാധാനക്കേടുണ്ട് അല്ലെ. ഇതൊരു നമ്മളിലൊക്കെ ഉള്ളൊരു സാധനമാണ്. അവിടെ ഈശോ നമ്മളോട് പറയാം, നീ ഭൂമി കൈവശമാക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ടു ഗെയിൻ ദ വേൾഡ് ഒരു മീക്ക്നെസ് ഉണ്ടാകണം. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കട്ടോ, നമ്മളിത് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സ്വഭാവ സവിശേഷതകളിൽ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ആരും പരിശുദ്ധരോ ഒന്നുമില്ല. പക്ഷെ ചില മനുഷ്യരുണ്ട് വളരെ ശാന്തരായിരിക്കും, ഭൂകമ്പം വന്നാലും ശാന്തതയോടെ നിൽക്കുന്നതാണ്. അതൊരു അപാരമായ കഴിവാണ്. അതിനെ നമ്മള് ഓക്കെ. കൂടെ തന്നെയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശാന്തത, നീതിയുടെ തലങ്ങളാണ് അടുത്ത വാചകം. 6ാമത്തെ വാക്യം നീതിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ നീതി എന്നൊരു പദമാണ് ബൈബിളിലെ പ്രവാചക ഗ്രന്ഥങ്ങളെ ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു പദമാണ്. സെദക്കിയ എന്നൊക്കെ പറഞ്ഞൊരു പദം ഉപയോഗിക്കും, നീതി. ഓക്കെ, എന്താണ് നീതി എന്ന് ചോദിച്ചാല് യേശയുടെ പുസ്തകപ്രകാരം യേശയ 51 ഒക്കെ ഇങ്ങനെ പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു പുനഃസംഘടന, ഒരു യേശയുടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി. ഈ കാൾ മാക്സിനെയൊക്കെ നിങ്ങൾ എടുത്തു നോക്കി, കാൾ മാക്സ്, മാർക്സിസം, പുള്ളി എന്താ ആഗ്രഹിച്ചത്? പുള്ളിക്കാരൻ ആഗ്രഹിച്ചത് സമൂഹത്തെ ഒന്ന് പുനഃസംഘടിപ്പിക്കുക. എങ്ങനെ? സമത്വത്തിന്റെ തലങ്ങളിൽ സമൂഹത്തെ ഒന്ന് പുനഃസംഘടിപ്പിക്കുക. എന്തുകൊണ്ട് പുനഃസംഘടന വേണം? 90% പേര് അതായത് നാച്ചുറൽ റിസോഴ്സസ് മുഴുവൻ, അതായത് 10% പേര് 90% റിസോഴ്സസ് സ്വന്തമായിട്ട് കൈവശം വെച്ചിരിക്കും, മുതലാളിത്തം. ബാക്കിയുള്ളവര് പീഡനങ്ങള് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് 90% ആളുകള് ബാക്കിയുള്ള 10% 2% റിസോഴ്സ് കൊണ്ട് ജീവിക്കേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് വിഭവങ്ങൾ തുല്യതയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം, അവകാശങ്ങൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം.
നീതിക്ക് വേണ്ടിയുള്ള നിലവിളികൾ, ഒപ്രഷൻസ്, അതായത് ശാരീരികമായിട്ട് പീഡനങ്ങൾ ഏൽക്കുന്നവര്, ഇങ്ങനെയുള്ള ഇവർക്കെല്ലാം നീതി, അവരുടെ അവകാശങ്ങൾ തിരികെ നൽകപ്പെടണം. ഇതാണ് ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ നീതിയുടെ സങ്കല്പം. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സഭയിലുണ്ടായ വലിയൊരു മുന്നേറ്റമായിരുന്നു ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം. 1960-70 കാലഘട്ടത്തില് ലാറ്റിൻ അമേരിക്കയിൽ രൂപം കൊണ്ട ഒരു തിയോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് ലിബറേഷൻ തിയോളജി. എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാല്, സുവിശേഷങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ക്രിസ്തു പാവങ്ങളോട് പക്ഷം ചേരുന്നവരാണ്. അവന്റെ ദൈവരാജ്യ സങ്കല്പം എന്ന് പറഞ്ഞാല് എമാൻസിപ്പേഷൻ, അല്ലെങ്കിൽ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, അലിവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അനീതി സമത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ക്രിസ്തുവിന്റെ ആഹ്വാനം. അപ്പൊ ഇവരെ സംബന്ധിച്ചോളം ക്രിസ്തു ദൈവപുത്രനാണോ എന്നുള്ളതും വിഷയമല്ല, മറിച്ച് ക്രിസ്തു സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ വിമോചനം കൊണ്ടുവന്നു. ഇതാണ് ഇവരൊക്കെ വലിയ സംഭവമായിട്ട് എടുത്തത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന്റെ അലകളൊക്കെ ഒത്തിരി ഉണ്ട്. പ്രത്യേകിച്ച് പൂനെ പേപ്പൽ സെമിനാരി ഒക്കെ കേന്ദ്രീകരിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഇതിന്റെ ഒരു അലകൾ ഉണ്ടായിരുന്നു. അത് സഭയിൽ ഓക്കെ, ഒരു മെത്രാൻ, അന്നത്തെ ഒരു പുള്ളിക്കാരൻ, അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊപ്പോണന്റ്, പുള്ളി പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവർ എന്നെ വിശുദ്ധൻ എന്ന് വിളിച്ചു, പക്ഷെ അവർ എന്തുകൊണ്ട് ദരിദ്രരായെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. വിമോചന ദൈവശാസ്ത്ര ടീമുകളാണ്. ഞാൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവരെന്നെ വിശുദ്ധൻ എന്ന് വിളിച്ചു, അതേസമയം എന്തുകൊണ്ട് അവർ ദരിദ്രരായെന്ന് ചോദിച്ചപ്പോഴോ അവരെന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു. തീർച്ചയായിട്ടും ഇതൊക്കെ വിമോചന ദൈവശാസ്ത്രം ഒത്തിരി പേര് ആവേശം കൊള്ളിച്ചതാണ്. 70-കളിലൊക്കെ ഭയങ്കരമായിട്ട് അത് കയറിപ്പോയ സാധനമാണ്. അപ്പൊ ഇവരൊക്കെ ഈ ഒരു ഇൻസ്പിരേഷൻ സ്വീകരിച്ചത് ക്രിസ്തുവിന്റെ ഒരു നീതി സങ്കല്പത്തിൽ നിന്ന്. 2 തരത്തിലൂടെ നീതിയെ പറ്റി പറയാം. ഒന്ന് നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവര്, ഒന്ന് നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്നവര്. ഈ 2 ഗണവും ഉണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ ഒരുപാട് നീതി നിഷേധങ്ങൾ ഉണ്ട്. അതല്ല, സ്ട്രക്ചറൽ ഈവിൾ എന്ന് പറയും. സ്ട്രക്ചറൽ ഈവിൾ, അല്ലെ? ഘടനാപരമായ തിന്മകളുണ്ട്. ഇപ്പൊ സ്ത്രീധനം, അത് സംഘടനാപരമായ സ്ട്രക്ചറൽ ആയിട്ടൊരു തിന്മയാണ്. നെപ്പോട്ടിസം, അതായത് മന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അവര് തന്നെ ഇതാവുന്നു. ചില കണ്ടിട്ടില്ലേ, ടീച്ചറുടെ മകൻ തന്നെ മകളെ എന്നെ വേണ്ടി കയറി വരും. ഇതൊക്കെ സ്ട്രക്ചറൽ തിന്മകളാണ്. ഇപ്പൊ നമ്മുടെ കമ്പനികള് തിന്മകൾ ചിലതൊന്നും ഒരിക്കലും മാറ്റമില്ലാതെ സ്ട്രക്ചറൽ തിന്മകൾക്കെതിരെയുള്ള സംഘടനാപരത്തിലുള്ള മുന്നേറ്റങ്ങളുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ ആദിവാസികള്, ഇവർക്കൊക്കെ നീതി നൽകപ്പെടുന്നുണ്ടോ? നമ്മൾ സത്യത്തില് ഒരു കൊട്ടാര തുല്യമായ ജീവിതത്തിലൊക്കെയാണ് നമ്മളൊക്കെ നയിക്കുന്നത്. സുരക്ഷിതമായ ഇടങ്ങളിലൊക്കെ, ചില ഇടങ്ങളിലൊക്കെ ഭയാനകമായ രീതിയിൽ നീതി നിഷേധങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലെ? ഇതിനൊക്കെ മുന്നിട്ടിറങ്ങുന്ന മനുഷ്യരുണ്ട് ഇതിനെതിരെ. പ്രത്യേകിച്ച് നോർത്തിലൊക്കെ മിഷണറീസിന്റെ ഒക്കെ മിഷണറിമാർക്ക് അവർ വെല്ലുവിളിയായി തീരാൻ കാരണം എന്തായിരിക്കാം? ഈ നീതി നിഷേധത്തിനെതിരെ പ്രതികരിക്കുന്നതാണ്. അവരുടെ വിഷയം കുർബാന എങ്ങനെ അർപ്പിക്കണം എന്നുള്ളതൊന്നുമല്ല, ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. അതാണ് ഈ സീറോ മലബാർ സഭയുടെ വലിയൊരു പരാജയം എന്നുള്ളത്. ഈ ഒരു ആചാരാനുഷ്ഠാനത്തിൽ കയറി പിടിച്ചേക്കാണ്. ഇതിനകത്ത് നീതിയുടെ തലമൊന്നും ഇല്ല. അതേസമയം മിഷൻ ഏരിയകളിലൊക്കെ സഭ എന്നുള്ളത് മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അത് ക്രിസ്തുവിന്റെ ഈ നീതിയുടെ തലങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വിദേശത്തേക്ക് നമ്മൾ കൊടയും കുരിശും കൊണ്ട് പോകണം. ഇവിടുത്തെ വിശ്വാസം പ്രഘോഷിക്കുന്നതാണ് അതൊക്കെ. അത് മറ്റൊരു സംസ്കാരത്തെ നമ്മൾ റീപ്ലേസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് വംശീയതയൊക്കെ വരുന്നത്. ഈ ചെണ്ടയുടെയൊക്കെ ശബ്ദമൊക്കെ ഈ മനുഷ്യർക്ക് ഇഷ്ടാവോ? ഒക്കെ ഹൊറിബിളായിരിക്കുന്നതൊക്കെ. ഞാൻ ഓർക്കണേ, ഞങ്ങള് ഫ്രാൻസിലായിരുന്നപ്പോ ഒരു സീറോ മലബാർ കുർബാന എല്ലാവരും കൂടി ഈ ഇതൊക്കെ പാടി അന്നോ എന്നൊക്കെ സായിപ്പുമാര് വന്നൊരു ചെവി കുത്തി. ഇതെന്തൊട്ട് സാധനമാണെന്ന് ചോദിച്ചു. കാരണം അവർക്ക് വളരെ ശാന്തമായിട്ട് ശാന്തശീലം ആരാധനാക്രമം. ഞങ്ങളവിടെ പുള്ളി ഞങ്ങളോട് ചോദിച്ചത് സിംഗിങ് പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചു. ഒരാൾ പാടുന്നു, അടുത്ത ആൾ തിരിച്ചു പാടുന്നു, ഇന്റർലൂഡൊക്കെ വെച്ച്. അവർക്ക് അതുകൊണ്ട് നമ്മൾ ഈ കരുതുന്ന പോലെ ഒന്നുമല്ല. അപ്പൊ നമ്മള് സത്യത്തിൽ സംസ്കാര അധിനിവേശത്തിനാണ് ആരാധനാക്രമത്തിലൂടെയൊക്കെ ഈ വിദേശങ്ങളിലേക്ക് പോയി ഓസ്ട്രേലിയയിലും കാനഡയിലും ചെണ്ട കൊട്ടി ഇതൊക്കെ കാണിച്ച് തെരുവിലൂടെയൊക്കെ നടന്ന്
ഇപ്പൊ അതൊക്കെ കണ്ട് ടോളറേറ്റ് ചെയ്യുന്നു. അത് അവരുടെ നന്മ. പക്ഷെ അവര് പ്രതികരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നീതി നിഷേധങ്ങൾ തീർച്ചയായിട്ടും ഒത്തിരിയുണ്ട്. ഇനി നമ്മള് ഇന്റർനാഷണൽ നീതി നിഷേധങ്ങളെ പറ്റി പറയും. ആഫ്രിക്കയിൽ കിടക്കുന്ന ഒരു നീതി നിഷേധിക്കപ്പെട്ടു. പാലസ്തീനയിലെ ഗാസയിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇവിടെ കിടന്ന് തെരുവിൽ കിടന്ന് യുദ്ധം ചെയ്യും. പക്ഷെ നമ്മുടെ വീടകങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ട് പങ്കാളിയോടുള്ള നീതി നിഷേധങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, മക്കളോടുള്ള നീതി നിഷേധങ്ങൾ, മാതാപിതാക്കളോടുള്ള നീതി നിഷേധങ്ങൾ ഒക്കെ ഇത് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. അതോടൊപ്പം തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്ന ദൈവരാജ്യം നീതിക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരുടേത് ആണ്. എനിക്ക് നീതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിലപാടെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നീതിക്ക് വേണ്ടി എന്തെങ്കിലും നിലപാടുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അത് ഞാൻ എപ്പോഴും കുറെ സങ്കീർത്തനം, ബൈബിൾ വചനമൊക്കെ പഠിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കുന്ന വ്യക്തി മാത്രമാണ്. അത് വൺ വേ ഓക്കെ. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നീതിക്ക് വേണ്ടിയുള്ള ചില നിലപാടുകളും പക്ഷം ചേരലുകളും ഉണ്ടാകണം എന്നുള്ളതും ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അവർ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യക്തിത്വ ഗുണങ്ങളെ പറ്റിയാണ് 3 കാര്യങ്ങൾ ഈശോ പറയുന്നത്. 7, 8, 9 വചനങ്ങളില് കരുണ, ഹൃദയശുദ്ധി, സമാധാന സ്ഥാപനം. ഇത് 3ഉം എൻ്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് കരുണ? കരുണ എന്നുള്ളത് ബന്ധങ്ങളിൽ പുലർത്തേണ്ട ഒരു നിലപാടാണ് കരുണ. ഈശോയുടെ കാഴ്ചപ്പാടിൽ അതാണ് ബന്ധങ്ങൾ. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കും. ദൈവം എങ്ങനെയാണ് കരുണ കാണിക്കുന്നത്? ശിഷ്ടനും ദുഷ്ടന്റെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നു, പക്ഷപാതം ഇല്ല. ഇനി ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കരുണ ഉണ്ട്. പങ്കാളിക്ക് അർഹമായത് ഞാൻ നൽകുന്നത് കാരുണ്യമാണ്. പങ്കാളിയുടെ വൈകാരിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് കാരുണ്യം ആണ്. മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങളിൽ കരുണയുണ്ട്. അപ്പൊ എംബോഡിമെന്റ് ഓഫ് മേഴ്സി, കാരുണ്യത്തിന്റെ ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ മാറുക. രണ്ടാമത്തേത് ഹൃദയശുദ്ധി എന്നുള്ളതാണ്. ഹൃദയശുദ്ധിയെ പറ്റി പറയുമ്പോൾ ഈശോ 8ാമത്തെ വചനത്തിൽ പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാൻ പോകുന്ന ഇടം ഏതാണ്? ദൈവത്തെ കാണാൻ പോകുന്ന ഇടം അത് ദേവാലയമാണ്. ഇസ്രായേലിന്റെ കോണ്ടെക്സ്റ്റിൽ ജെറുസലേം ദേവാലയത്തിലാണ് ദൈവ സാന്നിധ്യം ഉള്ളൂ. ദൈവത്തെ കാണണമെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ പോകണം. അപ്പോ ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരുടെ മനോഭാവവും കൂടിയാണ് ഹൃദയശുദ്ധി. ഇപ്പൊ നമ്മളെല്ലാവരും നോയമ്പൊക്കെ എടുത്ത് പോകുന്നവരൊക്കെ ഹൃദയശുദ്ധിയോടെ ദേവാലയത്തിൽ കയറണം. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ശുദ്ധിയുള്ളവനായിരിക്കണം. പണ്ടൊക്കെ നിബന്ധനകളുടെ വെള്ളം കുടിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. വസ്ത്രധാരണം ശുദ്ധിയായിരിക്കണം, വെടിപ്പായിരിക്കണം, അശുദ്ധി ചിന്തകൾ പാടില്ല. ഇപ്പൊ ദേവാലയത്തിലേക്ക് ഞാൻ എങ്ങനെ പോകുന്നു, അത് ശുദ്ധിയുള്ള ഒരു തീർത്ഥാടകന്റെ മനസ്സോടു കൂടിയാണ്. എന്നതുപോലെ എൻ്റെ ഹൃദയമാകുന്ന ദേവാലയം, അതിൽ ദൈവത്തെ കാണാനായിട്ട് എനിക്ക് സാധിക്കണം. അപ്പൊ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കണ്ടിരിക്കും. ഈ ബൈബിള് കാഴ്ചപ്പാടിനനുസരിച്ച് ദൈവത്തെ പറ്റി പറയുന്നത് ശുദ്ധിയുള്ളിടത്ത് മാത്രമേ ദൈവത്തിന് വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? ദൈവം വിശുദ്ധിയാണ്. അശുദ്ധിയുടെ ഇടങ്ങളിൽ ദൈവത്തിന് ഒരിക്കലും വസിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അശുദ്ധിയുടെ ഇടങ്ങളെ ശുദ്ധിയുള്ളതാക്കുക, അത് ഹൃദയവിശുദ്ധിയാണ്. ഈശോ പറയുന്നുണ്ട്, ഈ ആസക്തികള്, അതുപോലെ തിന്മ, കള്ളത്തരം, വഞ്ചന, കാപട്യം, ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? ഹൃദയത്തിൽ നിന്ന് വരുന്നു, അല്ലെ? അപ്പൊ ഹൃദയത്തിന്റെ ശുദ്ധി പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമാധാനം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണ് സമാധാനം എന്ന് വെച്ചാൽ ഷലോം എന്നൊരു പദം ഉപയോഗിക്കും. അതായത് സമഗ്രതയുള്ള ഒരു ക്ഷേമമാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് ഈ ഷലോം എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിന്റെ ഹ്യൂമൻ എക്സിസ്റ്റൻസ്, ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ ഒരു നിലനിൽപ്പിൽ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ് സമാധാനം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന്റെ പ്രതിഫലം ലഭിക്കുക? നിങ്ങൾക്ക് നല്ല വ്യക്തിയാകാനായിട്ട് പറ്റും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഗുണമേന്മയുള്ള രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റും. നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് നന്നായിട്ട് ഇടപഴകാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ, അല്ലെ? അപ്പോൾ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ ദൈവപുത്രന്റെ റോൾ എന്താണ്? എന്റെ ചുറ്റുമുള്ളവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം, സമാധാന അന്തരീക്ഷം എന്റെ പ്രവൃത്തിയിലൂടെ രൂപപ്പെടുത്തുക. അതിനുവേണ്ടി ഞാൻ തയ്യാറാവുക. അങ്ങനെയുള്ളവരൊക്കെ ഈ ദൈവരാജ്യം സ്ഥാപിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഈശോ പറഞ്ഞു നിർത്തുന്നതാണ് സമാധാനം. അതുകൊണ്ട് ഈശോ, ഉത്തിതനായ ഈശോ ആശംസ നൽകുമ്പോഴൊക്കെ പറയുന്ന ഒരു പദമാണ് സമാധാനം, അല്ലെ? ഷലോം. അപ്പോൾ തീർച്ചയായിട്ടും ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവമക്കളാകണമെങ്കിൽ
എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് സന്തോഷം, സമാധാനം നൽകുന്ന ഒരു അന്തരീക്ഷം എൻ്റെ വാക്കിലൂടെ. ചിലരുടെ സാന്നിധ്യമൊക്കെ നോക്കിയാൽ സമ്മർദ്ദമായിരിക്കും, ടെൻഷൻ അടിപ്പിക്കും, നെഗറ്റിവിറ്റി വർദ്ധിക്കും. നമ്മളൊരാളായിട്ട് വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ആളുടെ അടുത്ത് നിൽക്കാൻ നമുക്ക് എന്താ അസ്വസ്ഥതയായിരിക്കും അല്ലെ? അതിനകത്ത് സമാധാനം പോയി. അതുകൊണ്ടാണ് എൻ്റെ സാന്നിധ്യം സമാധാനം നൽകുന്നത് ആയിരിക്കണം. ഞാനിവിടെ പറഞ്ഞു നിർത്തുകയാണ്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് അഷ്ടസൗഭാഗ്യങ്ങളെ പറ്റിയാണ്. ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തു സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിന്റെ സവിശേഷതകളാണ് ഈ പറഞ്ഞ 8 കാര്യങ്ങൾ. ഇതെവിടെയൊക്കെ ഈ 8 കാര്യങ്ങൾ പൂർണ്ണതയിൽ കാണുന്നു, അതാണ് ദൈവരാജ്യം. അതുകൊണ്ട് ഈശോ പറയും, ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ്. കാരണം ഈ ഗുണങ്ങളെല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഇനി സ്വർഗത്തിന്റെ മുന്നാസ്വാദനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്ന സ്വർഗത്തിൽ ഈ ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ ഗുണങ്ങൾ എവിടെയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യം സമൃദ്ധിയിൽ ഉണ്ടായിരിക്കും. ഞാനിത് പറഞ്ഞു നിർത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ അഷ്ടസൗഭാഗ്യങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ട് ഈശോ പരിശുദ്ധൻ, ഈശോ ദൈവപുത്രൻ എന്ന് പറയുന്നതല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിന്റെ പെരുമാറ്റ രീതികളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രകടമാവുക എന്നുള്ളതാണ് സുവിശേഷ പ്രഘോഷണം. അതിന് MCCയുടെ ശുശ്രൂഷ നമ്മളെ സഹായിക്കുന്നുണ്ട്. കലഹങ്ങൾ നിറഞ്ഞ ഭവനങ്ങളിൽ സമാധാനാന്തരീക്ഷം നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവപുത്രന്മാരാകുന്നു. ആർത്തിയുടെ ഈ ലോകത്ത് ഉള്ളതുകൊണ്ട് മിതത്വം പാലിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ സമാധാനത്തിന്റെ വക്താവാണ്. ആത്മാവ് ആത്മീയമായ ദാരിദ്ര്യം ഞാൻ അനുഭവിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാവുന്ന മനസ്സ് ആത്മീയ ദാരിദ്ര്യത്തിന്റെ വഴികളാണ്. അതുകൊണ്ട് ഇതെല്ലാം ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യം സങ്കല്പത്തെ അടിവരയിടുന്നു. ഓക്കെ, നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസങ്ങളോടൊത്തുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. അപ്പൊ ഈ ശാന്തത പാലിക്കാൻ എന്ത് ചെയ്യണമെന്നും കൂടി വേണമെങ്കിൽ ഒന്ന് പറയാം.